ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മുടെ തമ്പനെയിൽ കണ്ട പോലെ എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മൾ ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണിത്. ഇത് 50,000 കിലോമീറ്ററോളം ഓടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഇതിൻ്റെ ബാറ്ററിയാണ്, അടുത്ത് കൺട്രോളറാണ്, പിന്നെ ഇതിൻ്റെ മോട്ടറാണ്. ഈ 3 ഭാഗങ്ങളിൽ നമുക്ക് വാറണ്ടി വരുന്നത് ബാറ്ററിക്ക് 3 വർഷമാണ് നമുക്ക് വാറണ്ടി ആയിട്ട് കിട്ടിയത്. കൺട്രോളറിനും ഹബ് മോട്ടറിനും ഇതിന് 1 വർഷത്തോളമാണ് വാറണ്ടി ആയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത്. 3 വർഷം മുമ്പ് നമ്മൾ ഈ വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ആകെ ചിലവ് വന്നത് ഒരു 78,000 രൂപയുടെ അടുത്താണ്. ഇപ്പോൾ ഇതിന് എത്രയാണ് റേറ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ ഇപ്പോൾ ഏകദേശം 3 വർഷം ഈ വാഹനം ഉപയോഗിച്ചെന്ന് പറഞ്ഞല്ലോ, 50,000 കിലോമീറ്ററോളം ഓടി. ഇതിന് നമുക്ക് ഫ്യൂവൽ എക്സ്പെൻസ് ആയിട്ട് വളരെ തുച്ഛമായിട്ടുള്ള കറണ്ട് ചാർജ് മാത്രമാണ് വന്നിട്ടുള്ളത്. ചില സമയങ്ങളിൽ നമ്മൾ പുറത്ത് KSEBയുടെ ചാർജിങ് സ്റ്റേഷനുകളിൽ നിന്ന് ചാർജ് ചെയ്യാറുണ്ട്. അപ്പോഴും നമുക്ക് വളരെ ചെറിയ തുക മാത്രമാണ് ഇതിൻ്റെ എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളൂ. നമ്മൾ 100 രൂപയ്ക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ റീചാർജ് ചെയ്താലും നമുക്കൊരു 6 മാസത്തോളമൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കറണ്ടാണ് ഈ വാഹനം ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതലും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് റീചാർജ് ചെയ്യാറ്. പുറത്തുനിന്ന് വണ്ടി ചാർജ് ചെയ്യുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമായിട്ടാണ്. വാഹനത്തിൻ്റെ ബാക്ക് ടയർ 2 തവണയും ഫ്രണ്ട് ടയർ 1 പ്രാവശ്യം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് ടയർ ഒരു സൈഡ് ചെത്തി തേയുന്ന പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ തേഞ്ഞിട്ടുള്ളത്. മറ്റേ സൈഡിലെ കട്ടകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ മെയിൻ ഭാഗമായിട്ടുള്ള ബാറ്ററി നോക്കാം. ഈ സീറ്റിനടിയിൽ കാണുന്ന ഈ റെഡ് കളറിലുള്ള ബോക്സാണ് ഈ വാഹനത്തിൻ്റെ ബാറ്ററി. ഇത് ലിഥിയം അയൺ ബാറ്ററിയാണ്. വാഹനത്തിൻ്റെ ബാറ്ററിക്ക് 3 വർഷമാണ് ഗ്യാരണ്ടി ഉള്ളത്. അപ്പോൾ 3 വർഷത്തിനുള്ളിൽ നമുക്ക് 3 തവണ ഈ വാഹനത്തിൻ്റെ ബാറ്ററി മാറ്റേണ്ട അവസ്ഥ വന്നുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് ഷോർട്ട് ആകുമ്പോൾ നമ്മൾ കമ്പനിയിൽ വിളിച്ച് പറയും. ആ സമയത്ത് അവർ വേറെ ബാറ്ററി കൊണ്ടുവച്ച് ഈ ബാറ്ററി എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റേഞ്ച് ഷോർട്ട് ആവുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് ഫീൽ ചെയ്തേക്കുന്നത്. കാരണം നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് 60 റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നത്. ആ സമയത്ത് നമുക്ക് 60 റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പതുക്കെ കുറഞ്ഞു വന്ന് ഇപ്പോൾ ഏകദേശം 30 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് റേഞ്ച് കിട്ടുന്നത് സിംഗിൾ ചാർജിൽ. ഇത് നമ്മൾ കമ്പനിയിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ സൈഡിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായത്. അവർ പറയുന്നത് വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ബാറ്ററിക്കല്ലേ കുഴപ്പം, ബാറ്ററി ഞങ്ങളല്ല ഉണ്ടാക്കുന്നത്, ബാറ്ററി വേറെ കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കാണ് കമ്പനിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബാറ്ററി മാറ്റി വയ്ക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സർവീസിന് വരുന്ന പയ്യന്മാരെല്ലാം വളരെ ഡീസൻ്റായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നതും. അവർ പെട്ടെന്ന് തന്നെ വന്ന് നമുക്കിപ്പോൾ വാഹനം എവിടെയെങ്കിലും വഴിയിലൊക്കെ വെച്ച് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അവിടെ വന്ന് അവർ റിപ്പയർ ചെയ്ത് തന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ കമ്പനിയുടെ സ്റ്റാഫിൻ്റെ സൈഡിൽ നിന്നും ഓഫീസിൽ നിന്നും വളരെ മോശമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനങ്ങളുടെ മറ്റൊരു പ്രധാന ഭാഗമാണ് ഇതിൻ്റെ കൺട്രോളർ. ഈ വാഹനത്തിൽ കൺട്രോളർ ഇരിക്കുന്നത് സീറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. നമ്മുടെ വാഹനത്തിൻ്റെ കൺട്രോളറും ഒരു തവണ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. 1 ഇയർ വാറണ്ടിയുള്ള സമയത്ത് വാറണ്ടി പീരീഡിനുള്ളിലാണ് ഈ വാഹനത്തിൻ്റെ കൺട്രോളർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് റീപ്ലേസ് ചെയ്ത് കിട്ടി. അതിന് കൂടുതൽ പൈസയൊന്നും ചിലവായിട്ടില്ല. ഇതിൻ്റെ മറ്റൊരു പ്രധാന ഭാഗമാണ് ഇതിൻ്റെ ഹബ് മോട്ടർ. ഈ വാഹനത്തിൻ്റെ ഹബ് മോട്ടർ ആയതുകൊണ്ട് തന്നെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, വെള്ളത്തിൽ കൂടെയൊക്കെ പോകുമ്പോൾ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ടോ, വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കയറുമോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഇതുവരെ ഹബ് മോട്ടറിന് യാതൊരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. അത്യാവശ്യം വെള്ളത്തിൽ കൂടെയൊക്കെ കൊണ്ടുപോകാറുണ്ട്, മഴയൊക്കെ നനയാറുണ്ട്. നമ്മൾ വണ്ടി വാഷ് ചെയ്യുമ്പോഴും ഈ ഹബിൻ്റെ അവിടെയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചാണ് കഴുകാറ്. അപ്പോഴൊന്നും ഇതിനകത്ത് വെള്ളം കയറുകയോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ 3 വർഷമായിട്ടും നമുക്ക് ഹബ് മോട്ടറിൽ നിന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നമുക്ക് പണി തന്നിട്ടുള്ള മറ്റൊരു പാർട്ടാണ് ഈ വാഹനത്തിൻ്റെ ചാർജർ. 3 വർഷത്തിനുള്ളിൽ ഏകദേശം 2 തവണ നമുക്ക് ഈ വാഹനത്തിൻ്റെ ചാർജർ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചാർജറിന് വാറണ്ടി കിട്ടിയിട്ടില്ല. അത് ഏകദേശം 800 രൂപയോളം ആയിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ചാർജർ റിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ചാർജറിൻ്റെ കേബിൾ മാറ്റാനും അത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് കുറച്ച് പൈസ ഈ വാഹനത്തിന് ചിലവായിട്ടുണ്ട്. വാഹനത്തിൻ്റെ ബോഡി വന്ന് നിൽക്കുന്നത് ഫുൾ ഫൈബറാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് മറിഞ്ഞു വീഴുകയോ തട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വെയിൽ കൊണ്ടിട്ട് ഇതിലെ പെയിൻറ്റും അടർന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ റൈഡിങ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്ര പോരാ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഷോക്ക് അബ്സോർബേഴ്സൊക്കെ വളരെ മോശം കണ്ടീഷനിലാണുള്ളത്. ബാക്കിലിരുന്ന് പോകുന്ന യാത്രക്കാർക്കും ഇതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാര്യമായിട്ടുള്ള റൈഡിങ് കംഫർട്ട് ഈ വണ്ടി പ്രദാനം ചെയ്യുന്നില്ല. വാഹനം കൂടുതലായിട്ട് റഫ് യൂസിനാണ് ഉപയോഗിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ 50 കിലോ വരെയുള്ള ചാക്കുകൾ വരെ കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലുള്ള ബോഡി പാർട്ടൊക്കെ പൊട്ടിയിട്ടും ഡാമേജ് ആയിട്ടുണ്ട്.
വാഹനത്തിൻ്റെ ടയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്, ബാക്ക് ടയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഹബ് മോട്ടർ ആയതുകൊണ്ട് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് ഊരി മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ ഈ ഓറഞ്ച് കളറുള്ള വയർ ഇതിൽ കണക്റ്റഡ് ആണ്. ഈ വയർ ഡാമേജ് ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ചെയ്യാൻ അറിയുന്ന ആളുകളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയർ ചേഞ്ച് ചെയ്യാനായിട്ട്. പഞ്ചർ അടയ്ക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ടയർ ഊരേണ്ട ആവശ്യം വരുന്നില്ല. ലോ സ്പീഡ് വാഹനങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. കാരണം പല കമ്പനികളും ഇവരുടെ സർവീസ് നിർത്തി പോകുന്നുണ്ട്. ഈ റീസെൻ്റ്ലി നമ്മുടെ ഹീറോ തന്നെ അവരുടെ സർവീസുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ വാഹനങ്ങളൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം സർവീസ് കിട്ടുന്ന രീതിയിലുള്ള വാഹനങ്ങൾ മാത്രം എടുക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ ഇതിന് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.